തടയാൻ തെഹ്റാൻ ഒരു സുപ്രധാനമായ പങ്ക് വഹിച്ചു എന്ന് സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. അത് കശ്മീരിൻ്റെ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നത് തടയാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇന്ത്യയുടെ എക്കണോമിക് ട്രാജക്ടറിയെ രക്ഷിക്കാനുള്ള ഒരു നീക്കമെന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നു. ഇറാൻ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് പ്രസൻസ്, അതായത് സഹിതൻ ഈ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഡിപ്ലോമാറ്റിക് പ്രസൻസിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 2001 അടൽ ബിഹാരി വാജ്പേയിയുടെ തെഹ്റാൻ സന്ദർശനം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇറാൻ ബന്ധത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ച് പറയുന്നു. രണ്ട് നാഗരികതകൾ എന്ന തരത്തിൽ തന്നെ ഈ സംസ്കാരങ്ങൾ യോജിച്ചു നിന്നൊരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുക. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ലേഖനത്തിൽ ഇന്നലെ സോണിയാഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഒക്കെ ഇത് ഒരേപോലെയാണ് എന്നാണ് ഉയർത്തി കാണിക്കുന്നത്. കാര്യമല്ല ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ റഷ്യ, ഇന്ത്യയുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഇന്ത്യയോടൊപ്പം നിന്നുള്ള രാജ്യങ്ങൾ എവരെയൊന്നും വെറുപ്പിച്ചുകൊണ്ട് ഇനി ഒരു പൊതുവേദിയിൽ മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ നിലപാട് പറയാനോ ഇന്ത്യ മഹാരാജ്യത്തല്ല, ഇന്ത്യയോട് സമാനതയുള്ള ഒരൊറ്റ രാജ്യത്തിന് സാധിക്കത്തില്ലെന്ന് ഇത് പറയുന്ന ആൾക്കാർ കേൾക്കണം. ഇവിടെ രാഷ്ട്രീയമല്ല, ഒരു വിദേശ നയം എന്ന് പറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പാണ് വിദേശ നയത്തിലൂടെ നമ്മൾ തെളിയിക്കുന്നത്. ഇറാൻ നമ്മുടെ സൗഹൃദ രാജ്യം തന്നെയാണ്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തില് ഈ പ്രധാനമന്ത്രിയല്ല, സാക്ഷാത് സോണിയാഗാന്ധിയാണ് ആ സ്ഥലത്തിരുന്നെങ്കിൽ സോണിയാഗാന്ധിക്ക് പോലും പറയാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ നിഷ്പക്ഷമായിട്ട് അംഗീകരിക്കുക തന്നെ വേണം. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയം കളിക്കുവാണ്. അതായത് ഇന്ത്യൻ ഡിഫൻസിന്റെ നിലപാടെന്താ, അവിടെ ഓരോ എഗ്രിമെന്റിന്റെ കാര്യങ്ങള് ലോക്സഭയിൽ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് നമുക്ക് എത്ര മ്ലേച്ഛമായിട്ടേ കാണാക്കൂ. അതേപോലെ ഒരു മ്ലേച്ഛമായ ഒരു പ്രസ്താവനയാണ് ഈ സോണിയാഗാന്ധി നടക്കിയിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ്, ഓക്കെ, വ്യക്തമാണ്. അപ്പം ഞാൻ നമ്മുടെ വിനോദിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. വിനോദ്, ഇന്ന് നേരത്തെ ഈ അൽറാസ് സറാഫിയെ ഒരു താൽക്കാലിക പരമോന്നത നേതാവ് തരത്തിൽ ആണ് ഇറാൻ കണ്ടിരുന്നത്. ഇപ്പോൾ അന്തിമ തീരുമാനം അത് സംബന്ധിച്ച് വന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. വിനോദ്, എന്താണ് അവിടെ നിന്നുള്ള ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, അസർബൈജാനെ കൂടി ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്ന വിവരം വരുന്നുണ്ട്. ഇസ്രായേലിന് വലിയ തോതിൽ ഇന്ധനം നൽകുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ആക്രമണം കടുപ്പിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, പ്രത്യേകിച്ച് ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നേരെയല്ല, മറിച്ച് അമേരിക്കയ്ക്ക് അവിടെ കൈമാറിയിട്ടുള്ള സ്ഥലങ്ങൾ, അവരുടെ എയർബേസുകളായിട്ടുള്ള ഇടങ്ങൾ, അവർ യുദ്ധത്താവളങ്ങളാക്കിയിട്ടുള്ള ഇടങ്ങൾ, അവിടേക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആക്രമണം. ഇന്നിപ്പോൾ അത് അസർബൈജാനിലേക്ക് കൂടി നീണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് അത്തരമൊരു നടപടി ഇപ്പോൾ ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയത്തുള്ള ഖമനയുടെ മകൻ മുസ്തഫ ഖമനയി അധികം താമസിയാതെ ഇറാൻ്റെ പരമാധികാരിയായി ചുമതലയേൽക്കുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താൽക്കാലിക മേധാവിയെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി അതിനുശേഷം പുറത്തു വന്നു. ഇനി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.